വെൽക്കം ടു മൈ ചാനൽ. വളരെ എളുപ്പത്തിൽ രുചികരമായ ഒരു മട്ടൺ കറി നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഗരം മസാലയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് കുക്കറിൽ. ഒരു 4-5 വിസിലാവുന്നത് വരെ ഇതിനെ വേവിക്കുക. അതവിടെ വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് കറി പ്രിപ്പയർ ചെയ്യാം. ഓയിൽ ഒഴിച്ച് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് കൂടുതൽ വലിയ ഉള്ളി തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായി വഴറ്റുക. ഈ സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് വഴണ്ടു വരും. നന്നായി വഴറ്റുക. ഇപ്പം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായി ഉടച്ചു കൊടുക്കുക. നന്നായി അതിൽ ചേർത്ത് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കണം കുറച്ച് നേരം. ഇപ്പോൾ നന്നായി വെന്ത് കലങ്ങി വന്നിട്ടുണ്ട്. വേവിക്കാൻ വെച്ച മട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 4-5 വിസിൽ വരെ ഇതിനെ വേവിച്ചിട്ടുണ്ട്. ഇനി മട്ടൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മട്ടൻ്റെ സ്റ്റോക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ നല്ലൊരു മട്ടൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ആ സ്റ്റോക്ക് ചേർക്കുന്നത് നന്നായിരിക്കും. നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക മട്ടന്. എന്നിട്ട് നമുക്ക് ഇതാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ ചേരുവ. നമുക്ക് മുളക് അരച്ചത് ചേർത്ത് കൊടുക്കുക. ഇതിന് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇതൊരു ട്രഡീഷണലായ രീതിയാണ്. ഇതിൽ മല്ലി, വള്ളിമുളക് അരച്ചതാണിത്. മല്ലിയും വള്ളിമുളകും അരച്ചതാണ് ഈ കൂട്ട്. ഇത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. വളരെ സിമ്പിളായി തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. പാരമ്പര്യമായി മട്ടൺ കറി ഇങ്ങനെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ചെറുതായി തിളച്ച് വരുന്നുണ്ട്. അതിനെ ഒന്ന് മൂടി വെച്ച് നമുക്ക് തിളപ്പിക്കണം. തിള വരുന്നത് വരെ വെച്ചാൽ നമ്മുടെ മട്ടൺ കറി തയ്യാറാകും. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും കുറച്ച് മീറ്റ് മസാലയും ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കുക. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി തിളക്കുന്നുണ്ട്. നല്ലവണ്ണം തിളക്കും തോറും അതിൻ്റെ ആടിൻ്റെ മട്ടൻ്റെ ഫ്ലേവർ ആ കറിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം തിളപ്പിക്കുക. നന്നായി നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. സബ്സ്ക്രൈബ് ദ ചാനൽ. ബൈ.